അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരെന്തുവാണ് പറയുന്നത് എന്ന് പല സന്ദർഭങ്ങളിലും ഇവർക്ക് തന്നെ യാതൊരു നിശ്ചയവുമില്ല. കള്ളിൽ അനുഗ്രഹമാണോ ഉള്ളത്, അതോ കള്ളിലുള്ളത് ഉപദ്രവമാണോ ഉപകാരമാണോ, അതൊന്നും പറയാൻ ഇവർക്ക് ഇതേവരെ കഴിഞ്ഞിട്ടില്ല. ഇവർക്കാകെ പെണ്ണുങ്ങളുടെ വിഷയം പറയാനറിയാം. ചില ഫേസ്ബുക്ക് ലിങ്കുകളൊന്നും ഓപ്പൺ ആകത്തില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ. ചില സന്ദർഭങ്ങളിലൊന്നും ഞാൻ എടുത്തിടും, ചിലപ്പോഴൊന്നും ഓപ്പൺ ആകാറില്ല. പുറത്ത് കയറിയ മുഹമ്മദിന്റെ മതവും പറഞ്ഞ് നീലാംശ്രമം ചെന്നാൽ അവിടെ ചെന്നിട്ട് ചോദിക്കുക, മുസ്ലിങ്ങളെ നിങ്ങൾ എന്തായി 6-ാം നൂറ്റാണ്ടിലെ ഒട്ടകത്തിന്റെ പുറത്ത് കയറിയ മുഹമ്മദിന്റെ മതവും പറഞ്ഞ് നടക്കുന്നത് പഴഞ്ചനല്ലേ എന്ന് ചോദിച്ചാൽ, അല്ലടാ, 4 ആളും കേൾക്കെ നെഞ്ചു നിവർത്തി താനാളൂരിന്റെ അങ്ങാടിയിൽ നിന്ന് ധൈര്യസമേതം പറയണം, ഞങ്ങളുടെ പ്രവാചകനാണ് ചന്ദ്രനിലും ചൊവ്വയിലും ബുധനിലും വ്യാഴത്തിലും യൂറാനാസിലും നെപ്റ്റ്യൂണിലും 6-ാം നൂറ്റാണ്ടിൽ കടന്നുപോയത് ഒരു പച്ച മനുഷ്യനാണ്. അവിടെ വരെ നീ ഒന്ന് എത്തൂല്ലടാന്ന് പറയാനുള്ള ധൈര്യം ഖുർആൻ നമുക്ക് നൽകി. ചന്ദ്രനെ പിളർത്തിയത് നബിയാണ്. സൂര്യനെ പിളർത്താൻ പോയപ്പോഴേക്ക് കരിഞ്ചു പോച്ച്. സൂര്യനെ പിളർത്താൻ പോയപ്പോ നബിയുടെ ഒരു ഉഡായിപ്പും അവിടെ നടന്നില്ല. അല്ല പോട്ടെ, സാരമില്ല. അത് ഞാൻ എപ്പോഴും പറയുന്നത്, ഇവര് ചിന്തിക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ടാണോ അതോ ഇവര് എന്താണെന്നറിയില്ല, ഇവര് തന്നെ ഇപ്പോൾ പരസ്പരം ഇവരുടെ ചില ധാരണകളെ തിരുത്തുന്നുണ്ട്. തെളിവ് ചോദിക്കാൻ നിങ്ങൾക്കുണ്ട്. ഈയിടെ ഏതെങ്കിലും ഒരു മുജാഹിദിലെ ആ മുജാഹിദ് പെട്ടുപോയ അനുയായി ആ പുരോഹിതന്മാര് പറയുന്ന ഒരാശയത്തെ തലകൊണ്ട് ചിന്തിച്ച് ചെവി കൊണ്ട് കേട്ടിട്ട് മനസ്സുകൊണ്ട് വിലയിരുത്തിയിരുന്നുവെങ്കിൽ ആ ബാലുശ്ശേരി പോണീന്റെ മുമ്പ് എന്തെല്ലാം തെളിവ് ചോദിക്കാൻ നിങ്ങൾക്കുണ്ട്. ഏതായാലും ആ മൗലവി പറയണമെന്ന് കേൾക്കാം. സലഫികൾ പോലും ഏതെങ്കിലും കാര്യത്തിൽ അവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രമാണമുണ്ടോ എന്നൊരു അന്വേഷണം നിങ്ങൾ നടത്തണം. അങ്ങനെ നിങ്ങൾ മുജാഹിദ് കുഞ്ഞാടുകളെങ്ങാനും പുരോഹിതന്മാരോട് കൃത്യമായിട്ടൊരു പ്രമാണം തലകൊണ്ട് ചിന്തിച്ച് വിഷയം കേട്ട പിന്നെ ബാലുശ്ശേരി ഒന്നും രണ്ടാമതൊരു സ്റ്റേജിൽ കയറൂല. കാരണം എന്തേ? അതാണ് നമ്മുടെ പരലോക വിഷയം. ഈ പരലോകം പറയാന്നല്ലാതെ കടുകുമണികളും ഈ വിശ്വാസങ്ങളെ കൽബിലുണ്ടോ ചെങ്ങൈമാരെ? പുരോഹിതന്മാർ വഞ്ചിക്കുമെന്ന് അള്ളാഹു പറയുമ്പോൾ സഹോദരങ്ങളെ, അത് നമുക്ക് വിശ്വാസമില്ലേ? ഞങ്ങൾക്ക് 110 ഉറപ്പാണ്. അല്ലെങ്കിൽ ഈ കണ്ട വഹാബി പുരോഹിതന്മാരെയൊക്കെ ഞങ്ങൾക്ക് സ്വർഗത്തേക്ക് കെട്ടാൻ പറ്റുമോ? അത് വഞ്ചനയുടെ ആൾക്കാർ തന്നെയാണ്. ആ വഞ്ചനയിൽ ഉമ്മത്ത് പെടാതിരിക്കാനാണ് ഈ പരിപാടിയൊക്കെ. തീർച്ചയായും. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാര്യങ്ങൾ അന്വേഷിച്ച് പഠിക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു വഹാബി കുഞ്ഞാട് പുരോഹിതന്മാരോട് വല്ലതും അന്വേഷിക്കാറുണ്ടോ? അങ്ങനെ അന്വേഷിക്കാറുണ്ട് എങ്കിൽ ആഴ്ചക്കും മാസത്തിലും തൗഹീദടക്കം മാറ്റിയും തിരുത്തിയും പറയുന്ന ഗതികേടിൽ നിങ്ങൾ കുഞ്ഞാടുകൾ ഉണ്ടാവും. ഞാൻ ആലോചിക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചും ആലോചിച്ചും കേൾക്കുന്ന ഒരു കൗമുണ്ടെങ്കിൽ ഇവിടെ വന്ന പുരോഹിതൻ തന്നെ നോക്കുങ്ങള്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഈ പൈവളികയിൽ നമ്മൾ ഈ ബാലുശ്ശേരിക്കൊക്കെ മറുപടി പറഞ്ഞ് ഇങ്ങനെ മെനക്കേടാണ്, അതിന് പണം ചെലവാക്കാണ്, ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ഈ പറയണോ കോൻ തന്നെ ഇവിടെ വന്ന് പറയില്ലെന്നൊന്നും ഗ്യാരണ്ടി പറയാൻ പറ്റൂല. അതാണ് വഹാബി പൗരോഹിത്യം. പക്ഷെ ആ 10 കൊല്ലത്തിന്റെ ഇടക്ക് അതിൽപ്പെട്ട് ആരെങ്കിലും കബറിലെത്തിയാൽ അത് മുങ്കർണിക്കിന്റെ എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയണേ. നിങ്ങൾ നോക്ക്, ഇങ്ങനെ അന്വേഷിച്ചു പറയുന്ന പുരോഹിതന്മാരാണോ നിങ്ങള്? അങ്ങനെ കേൾക്കുന്ന കൗമാണോ നിങ്ങള്? ഞാൻ ചോദിക്കട്ടെ, ബാലുശ്ശേരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകളെ പറ്റി ഒരു കാലത്തെ അഭിപ്രായം എന്താണ്? മൗലവി പറയും അതിനൊരു ബർക്കത്തുല്ല, ബാപ്പാന്റെ മുടി തച്ച മാതിരിയാണ് എന്നാണ്. കൃത്യമായി പറയുന്നു റസൂലുള്ളാഹിന്റെ മുടി. ഏതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ മരിക്കുമ്പോ ബാപ്പ സ്ഥിരമായിട്ട് ഉപയോഗിച്ച പേന ബാപ്പയുടെ ഓർമ്മക്കായി എടുത്തു വെക്കും. സ്നേഹമുള്ള മക്കൾ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബാപ്പട്ട ജുബ്ബ, ബാപ്പാന്റെ വല്ല മുടി എവിടെയും അത് ബാപ്പാന്റെ മുടി മരിച്ച കുറച്ച് എടുത്തൊക്കെ വഹാബികള് വീട്ടിൽ ഓർക്കാൻ കവറങ്ങ പോയി ഒരു ഫാത്തിയോദന പരിപാടി ഇല്ലല്ലോ. എന്തിനാ ആരാധിക്കാനാ? അതിന് പുണ്യുണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ? അല്ല. വർഷങ്ങളോളം ഈ സമുദായത്തിന്റെ അന്നം തിന്ന് ഈ ഉമ്മത്തിന്റെ എനർജി ദുരുപയോഗം ചെയ്ത് ഈ വായാടി മൗലവി രാജ്യത്തിന്റെ തെരുവിൽ ഇസ്ലാമിന്റെ പേരിൽ ഈ പച്ച തമ്മാടിത്തം വിളിച്ചു പറഞ്ഞപ്പോ കുഞ്ഞാടുകളില്ലായിരുന്നോ സദസ്സിലെ? സംഘാടകരില്ലായിരുന്നോ ഈ പുരോഹിതന്റെ കൂടെ? തെളിവ് ചോദിച്ചിരുന്നോ നിങ്ങള്? പ്രമാണം അന്വേഷിച്ചിരുന്നോ നിങ്ങള്? അന്വേഷിച്ചിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ഒരു സ്റ്റേജിൽ ഈ തമ്മാടിത്തം ഈ പുരോഹിതന് വിളിച്ചു പറയോ? നിങ്ങൾ അന്വേഷിച്ചില്ല, ഞങ്ങള് വണ്ടി എടുത്ത് പിന്നാലെ കൂടി. അണ്ണാ
ഇറാഖിലേക്ക് പ്രമാണങ്ങൾ തിരികെ വെച്ചു കൊടുത്തു. ശ്വാസം മുട്ടിയപ്പോൾ വഹാബി പുരോഹിതന്മാര് ഛർദിച്ചു. മുത്തുനബിയുടെ തിരുശേഷിപ്പിന് ബർക്കത്തുണ്ട്. ഇനി മുടി കിട്ടി എന്ന് പറയുന്ന സഹാബികളിലെ മുജാഹിദ് പ്രസ്ഥാനം നിഷേധിച്ചോ? അത് തലയും പാലും ഉടലൊക്കെ ബനന്യ നേരത്തെ കളിപ്പില് അത് നിഷേധിച്ചതാ. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മുജാഹിദിന് നബിയുടെ മുടിയിൽ ഒന്നുമില്ല എന്ന വിശ്വാസമുണ്ടെങ്കിൽ സഹോദര തിരുത്തണം. ഉണ്ടെങ്കിൽ നല്ല അവിടെ അത് ഉണ്ടാകും സ്റ്റോക്കാ. കാരണം 5 കൊല്ലം മുമ്പ് ആ തോന്നിയാസം ആരാന്റെ ചോറും തിന്ന് സ്റ്റേജ് കെട്ടി പഠിപ്പിച്ചു കൊടുത്തത് ഇഞ്ചാനാണ്. അന്ന് ചോദിച്ചിരുന്നോ പ്രമാണം ഉണ്ടോന്ന്? നിങ്ങളിത് തലച്ചോറ് കൊണ്ട് കേട്ടിരുന്നോ കുഞ്ഞാടുകളെ എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നബിയുടെ മുടിക്ക് മാറ്റമുണ്ട്. അതിന് പല എല്ലാറിന് ഇജ്ജന്നെ സഹാബികൾ ആ മുടി കൊണ്ട് ബർക്കത്തെടുത്തിട്ടുണ്ട്. വാപ്പാടെ മുടി പോലെയാണെന്ന് പറഞ്ഞത് കക്ഷി തന്നെയല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ഇവര് പരസ്പരം തന്നെ ഈ മതം ഒരിടത്ത് ഒട്ടിച്ചു വെക്കും, വലിച്ചു കീറി ചുരണ്ടി എടുക്കേണ്ടുന്ന ബാധ്യതയെ വിശ്വാസി സമൂഹത്തിന് ഉണ്ടാകും. ഇവര് തന്നെ ആദ്യം ഒരു ധാരണയിലെത്തട്ടെ, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് പറഞ്ഞത് ആരാ? നീ തന്നെ. മുജാഹിദുകൾ അതിനെ നിഷേധിച്ചിട്ടില്ല. തൊലിക്കട്ടി കണ്ടങ്ങൾ ഈ സൺ ഓഫും തറവാടുള്ള ചെങ്ങായി തന്നെയാണ് കൊല്ലങ്ങളോളം വർക്കത്തില്ല എന്ന് പ്രസംഗിച്ചേർന്ന്. എന്നിട്ട് എന്ത് ഉസുറുമുള്ളില്ലാതെയാണ് ഈ പരലോകം പറയുന്നത് വഹാബികൾ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. വഹാബിയൊക്കെ ഭയങ്കര പരലോക വിശ്വാസത്തിലെ. എന്നിട്ട് മൗലവി പറയാണ് വളരെയധികം വൈകാരികമായൊക്കെ ഇങ്ങനെയൊക്കെ മോലിയന്മാര് ഉസ്താദുമാര് നുണ പറയില്ല എന്ന് പറഞ്ഞു പോലെ പിന്നാലെ നടന്നാൽ ആഖിറത്തിലെത്തുമ്പം വില കടിക്കുമെന്നൊക്കെ പറഞ്ഞ് ആയത്ത് തെറ്റിച്ചിട്ടാണെങ്കിലും മോദിയിട്ട് ആളുകളെ കുപ്പിയിലാക്കുകയാണ്. ഈ ഒരു തലമുറയിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഇന്ന് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ ഇത്തരത്തിൽ ഉസ്താദുമാർ ഞങ്ങളെ ചതിക്കില്ല. ഉറപ്പല്ലേ? ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതന്റെ, ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്റെ പ്രഭാഷണ ശകലം 10 കൊല്ലം മുമ്പ് തൗഹീദായി പറഞ്ഞൊരാശയത്തെ ഈ 10 കൊല്ലത്തിന്റെ ശേഷം തൗഹീദല്ല ശിർക്കാണെന്ന് പറഞ്ഞത്, 10 കൊല്ലം മുമ്പ് ശിർക്കാണെന്ന് പറഞ്ഞൊരാശയം 10 കൊല്ലത്തിന്റെ ശേഷം തൗഹീദാണെന്ന് പറഞ്ഞ ഒരു സുന്നി പണ്ഡിതനെ കൊണ്ടുവരാൻ കഴിയുമോ വഹാബികളെ? നിങ്ങളത് ഞങ്ങൾ 100 കൊണ്ടുവരും. എന്ത് പരലോകാട അങ്ങക്കുള്ളത്? അവർ ഞങ്ങളെ വഞ്ചിക്കില്ല എന്ന രൂപത്തിലാണ് അവരുടെ പിന്നാലെ കൂടുന്നത്. ശരിക്കും ബല വിശ്വാസമാണ് അത്. മുമ്പ് വർക്കത്തില്ല എന്ന് പറഞ്ഞ പണ്ണാക്കോടാതെ വിഴുങ്ങി. പിന്നെ ഉണ്ടിട്ടോ ഞാനത് നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ടും കട്ടക്ക് വിഴുങ്ങി. എന്നിട്ട് ബല വന്ന് പരലോകം പറയണം. അവര് ആലോചിക്കേണ്ട ആയത്താണ്. നാളെ പരലോകത്ത് നോക്കൂ. അപ്പൊ ചെങ്ങായിമാരെ നിങ്ങളിത് എപ്പോഴും ആലോചിക്കുക. ഇവിടെ ഇതൊക്കെ റെഡിയാണ്. ഞങ്ങൾ പിടിച്ചത് നല്ല കുച്ചുറപ്പുള്ള തേക്ക. ഞങ്ങളെ മിമ്പറയിൽ ഖുതുബോധന ഒരു പണ്ഡിതൻ കഴിഞ്ഞ വെള്ളിയാഴ്ച തൗഹീദായി പറഞ്ഞൊരാശയം പിറ്റത്തെ കൊല്ലം ശിർക്കാന്ന് പറഞ്ഞാൽ അന്ന് ചോറ് കൊടുത്തിട്ട് പറയും മോലരെ ഇതുവരെയുള്ള ശമ്പളത്തിൽ ഞങ്ങൾ പോയിക്കോളി. അതാണ് സുന്നത്ത് ജമാഅത്ത്. നടക്കുവോ വഹാബികളെ കൂട്ടത്തിൽ അത്? അങ്ങനെ നടന്നാ പിന്നെ തുടരൊരു മാസം 4 വെള്ളിയാഴ്ച ഖുതുബോധന ഏത് പുരോഹിതനാ കൂട്ടത്തിൽ ഉണ്ടാകുക? എന്നിട്ട് ബാലുശ്ശേരി താങ്ങണുണ്ട്, തൊണ്ട തൊടാതെ ഒന്നും നിങ്ങളൊന്നും വിഴുങ്ങരുത്. എന്താണോ വഹാബികൾ ചെയ്യുക അത് വഹാബികൾ മറ്റുള്ളവരെ പരടിക്കിടുക. അൻസാർ ഇവിടെ പറഞ്ഞല്ലോ, മുജാഹിദുകളെ തൊണ്ട തൊടാൻ ഞങ്ങളും അറിയില്ല. നിങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല. പരലോക വിശ്വാസമുള്ള നിങ്ങൾ വിഴുങ്ങൂല. ഞങ്ങൾ പറയണേ നിങ്ങൾക്ക് തെളിവ് ചോദിക്കുക. അങ്ങനെ ബർക്കത്തില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരെ ചോറ് നിന്ന് നടന്നെന്ന് നിന്നോട് ആരെങ്കിലും ഈ തെളിവ് ചോദിച്ചിനോ? നീ തെളിവ് നോക്കിക്കണെങ്കിൽ പിന്നെ ഇവര് പരസ്പരം തന്നെ അടിച്ച് പിരിഞ്ച് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സ്വർഗത്തിലേക്ക് നീയാണോ ആദ്യം പോകുന്നത്, ഞാനാണോ ആദ്യം പോകുന്നത്? നിനക്കാണോ 72 ഹൂറികളെ കിട്ടുന്നത്, അതോ എനിക്കാണോ 72 ഹൂറികളെ കിട്ടുന്നത്? ഈ തർക്കം ഇന്ന് തന്നെ ഒന്നും തുടങ്ങിയതല്ല കേട്ടോ. ഈ ഒരു കിതാബും 6-ാം നൂറ്റാണ്ടിലെ ഈ ഒരു ഗോത്ര കാമദേവനും മഹാമ്ലേച്ഛൻ, മാനവരിൽ മഹാമ്ലേച്ഛൻ, MM നബി എന്നാണ് അറിയപ്പെടുന്നത്, മാനവരിൽ മഹാമ്ലേച്ഛൻ. അപ്പോ ഈ MM നബിയും ഈ പിഴച്ചോനുമൊക്കെ ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യനെ എത്ര നേരത്തെ സന്മാർഗത്തിലാകുമായിരുന്നു. ഈ ഒരു പുസ്തകവും ഈ ഒരു നബിയും ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ഈ തമ്മിലടി തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് കക്ഷി